ശ്രീകാര്യം രാജേഷ് വധക്കേസിൽ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊലയ്ക്ക് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്നും രാഷ്ട്രീയ ബന്ധമില്ലെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, ഏറെ വിവാദമായ ഒരു കൊലപാതകം, ഇതിൽ രാഷ്ട്രീയമായ വൈര്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ FIR-നെ ആയിരുന്നു ആ ഘട്ടത്തിൽ ഉദ്ധരിക്കപ്പെട്ടിരുന്നതും. ഇപ്പോൾ ഉണ്ടായ പുരോഗതി. അജിംഷാദ്, ഈ കേസ് ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിഭാഗം ഇത് സംബന്ധിച്ചുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കി. കാരണം ഈ കേസിൽ ഏറ്റവും പരമപ്രധാനമായി പോലീസ് ആരോപിച്ചിരിക്കുന്ന കുറ്റത്തിനോടുള്ള പ്രതിഭാഗത്തിൻ്റെ സമീപനമാണെന്ന് കോടതിയിൽ ആദ്യമായി പ്രതിഭാഗം അഭിഭാഷക അനിത എസ് ജേക്കബ് വ്യക്തമാക്കി. പോലീസ് ഈ കാര്യത്തിൽ FIR-ൽ പറഞ്ഞിരിക്കുന്നത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ കൊല എന്ന തരത്തിലുള്ള വാചകമാണ് പോലീസ് ഇക്കാര്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിന് അടിസ്ഥാനമില്ല. കാരണം പ്രതികളും ഒപ്പം മരണപ്പെട്ട രാജേഷും തമ്മിലുള്ള വ്യക്തിപരമായ വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന ഒരു ഭാഗം ഈ കാര്യത്തിൽ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷക തന്നെ ഈ കാര്യം കോടതിയെ അറിയിച്ചു. കാരണം സംഘർഷമുണ്ടായത് രാഷ്ട്രീയമായ വിരോധത്തിൻ്റെ ഭാഗമായല്ല, പകരം വ്യക്തിവിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന കാര്യമാണ് ഇപ്പോൾ കോടതിയെ പ്രതിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പോലീസിൻ്റെ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു. കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 7 വരെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നതായിരുന്നു പോലീസിൻ്റെ ആവശ്യം. പ്രതികളെ സംഭവം നടന്ന സ്പോട്ടിലെത്തിച്ച് തെളിവെടുക്കുന്നതിൻ്റെ സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ ആരായുന്നത്. 1 മുതൽ 7 വരെയുള്ള പ്രതികൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ്. അവരെ 4 ദിവസത്തേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുത്തു. 9, 11 എന്നീ പ്രതികളെ 1 ദിവസത്തേക്ക് നാളെ വൈകുന്നേരം വരെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. പ്രതികളെ ഒളിവിൽ പാർപ്പിക്കുന്നതിന് സഹായം ചെയ്തു കൊടുത്ത 12-ാം പ്രതിക്ക് കോടതി ജാമ്യം അനുവദിക്കുകയുണ്ടായി. പ്രതികളുമായി ഇനി ഈ കുറ്റകൃത്യം നടന്ന സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുക എന്നതാണ് പരമപ്രധാനമായ ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അതിൻ്റെ സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ ആരായുന്നത്. സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം സാധ്യത ഈ കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നതും. അജിംഷാദ്, ശരി, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകാര്യം രാജേഷ് വധക്കേസിൽ 1 മുതൽ 7 വരെയുള്ള പ്രതികളെ 4 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കൊലയ്ക്ക് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്ന് രാഷ്ട്രീയ ബന്ധമില്ലെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ വിവരങ്ങളാണ് ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.